നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും ഒരു ദിവസം മദീനയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ജൂതന്മാർ വളരെ ആവേശഭരിതരായിട്ട് കുറെ ആരാധന കർമ്മങ്ങളിൽ ഏർപ്പെടുകയും അന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചത്? അപ്പോൾ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന് മുഹറം 10 ഇന്ന് ആശൂറാന്റെ ദിവസമാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫറോവയുടെ അക്രമങ്ങളിൽ നിന്ന് എന്നേക്കുമായി രക്ഷിച്ചൊരു ദിവസമാണ്. അക്രമിയും ദുഷ്ടനുമായ ഫിറഔനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കടലിൽ മുക്കിക്കൊന്ന് ശിക്ഷിച്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാം എൻ്റെ മുൻതലമുറയിൽപ്പെട്ട പ്രവാചകനാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കാൻ നിങ്ങളെക്കാളേറെ ശ്രേഷ്ഠർ ഞങ്ങളാണ്. ഞങ്ങൾ ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇതിൻ്റെ മുന്നിലുള്ള ഒരു ദിവസമോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ദിവസവും കൂടി ഞങ്ങൾ നോമ്പ് നോൽക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, നമ്മൾ ഇനി മുതൽ ആശൂറാവ് മാത്രമല്ല താസുവാവ് കൂടി എടുക്കണം. 9, 10 അല്ലെങ്കിൽ 10, 11 കൂടി നമ്മൾ നോമ്പ് മുഹറത്തിൽ നോൽക്കണം. നമ്മളാണ് മൂസാ നബിയോട് ഏറ്റവും ചേർന്നിട്ടുള്ളവർ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറാന്റെ പ്രതിഫലം കൂടി സഹാബികളോട് പറഞ്ഞു കൊടുത്തു. ആരാണോ ആശൂറാ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് അവൻ്റെ ഒരു വർഷത്തെ എല്ലാ ചെറിയ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ മറ്റൊരു വിശേഷപ്പെട്ട ആശൂറ നോമ്പ് കൂടി നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ആശൂറ ദിവസം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ്. മൂസാ നബി അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ച ദിവസം, കണ്ണീരിൽ കുതിർന്ന കർബലയുടെ ദിവസം. ആശൂറ നോമ്പിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ.